ഹലോ ഫ്രണ്ട്സ്, ഈ വഴി നേരെ വെച്ചുപിടിക്കുന്നതിൻ്റെ ഉദ്ദേശം ക്രിസ്മസിനുള്ള ഡെക്കറേഷൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര പെട്ടെന്നല്ലേ നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് അടുത്ത് വന്നത്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് ട്രീയും അതുപോലെ കുറച്ച് ഡെക്കറേഷൻ സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് ഒന്ന് നോക്കാം. ഈ കടയിലാണെങ്കിൽ കുറേ ഡെക്കറേഷൻ ഐറ്റംസും അതുപോലെ ക്രിസ്മസ് ട്രീയും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഏത് വാങ്ങിക്കണം എന്നറിയാതെ കൺഫ്യൂഷനാണ്. ക്രിസ്മസ് ട്രീ ഏത് വാങ്ങിക്കും, ഗ്രീൻ വേണോ അതോ വൈറ്റ് വേണോ, ഇനി ഡെക്കറേഷൻ സാധനങ്ങൾ ഏത് വാങ്ങിക്കും, അങ്ങനെ ആലോചിച്ച് മൊത്തം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ക്രിസ്മസ് ട്രീയിലേക്ക് ഇടാനായിട്ടുള്ള കുറേ ഡെക്കോർ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡെക്കോറൊക്കെ നോക്കി നടക്കുന്ന സമയത്താണ് ഈ ഒരു കുട്ടി ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ എനിക്ക് അവന് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ഗിഫ്റ്റ് പേപ്പേഴ്സ് ആണ് കേട്ടോ. പല ടൈപ്പ് പല കളറിലുള്ള ഗിഫ്റ്റ് പേപ്പേഴ്സാണ് ഈ ഒരു സെക്ഷനിൽ മൊത്തം വരുന്നത്. അതുപോലെ തന്നെ സ്റ്റാർസ്, നിറച്ച് LED ലൈറ്റ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പിന്നെ ഈ ഒരു സ്റ്റാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വലിയൊരു ക്രിസ്മസ് തൊപ്പിയാണ് കണ്ടുപിടിച്ചത്. അതൊന്ന് വെച്ച് നോക്കുകയാണ് എനിക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്നത് ക്രിസ്മസ് ട്രീമിലേക്ക് ഇടാനായിട്ടുള്ള ഗോൾഡനും അതുപോലെ തന്നെ റെഡ് കളറായിട്ടുള്ള ബോൾസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ പല LED ലൈറ്റുകൾ, അതായത് നമ്മുടെ മാല ബൾബുകൾ പലതും വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം ഏത് വേണമെന്നുള്ളത് ഡിസ്പ്ലേയിൽ നോക്കിയിട്ട്. പിന്നെ ക്രിസ്മസ് ടൈമിൽ ഈ ജർമ്മൻസ് ഇങ്ങനത്തെ ഒരു ഡെക്കോർ നമ്മുടെ വാതിലിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ ഹാങ് ചെയ്തിടും കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ ടൈമിൽ യൂറോപ്പിൽ മൊത്തം ഇറങ്ങുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്യാൻഡിൽ. ഇങ്ങനത്തെ പല വെറൈറ്റി ക്യാൻഡിൽസ് ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഡിസ്പ്ലേയിൽ ക്രിസ്മസ് ട്രീയും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏത് ട്രീ വേണമെന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഷിയോണാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആലോചനയിലാണ് ഏത് ട്രീ വേണം, ഏത് ടൈപ്പാണ് എടുക്കണേന്നൊക്കെ നിന്ന് ആലോചിക്കാണ് കേട്ടോ ആള്. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ കുറച്ച് ഡെക്കോർ ഐറ്റംസും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ, ചൂസ്.